C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. அம்மா என்னம்மா എതുക്കമ്മാ കണ്ണ് കലങ്ങിയിരിക്ക്? ഒന്നുമില്ല സ്വാമി. മോള് മലയാളിയാണല്ലേ? അതെ. എല്ലാ ദിവസവും രാജനന്ദിനിയുടെ പേരിൽ അർച്ചന നടത്തുന്നുണ്ടല്ലോ. മോൾ ഏതാ? എവിടെയാ വീട്? മോളുടെ പേരാണോ രാജനന്ദിനി? ഇല്ല സ്വാമി, എന്റെ പേര് രാഗസുദേന. ഓ ആമാ, യാരെന്താ രാജനന്ദിനി? രാജനന്ദിനി എന്റെ ചേച്ചിയാ. ഒരു നോക്കിലോ വാക്കിലോ പ്രവൃത്തിയിലോ ആരെയും നോവിക്കാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ ചേച്ചി. മോളെ കരയാതെ. ചേച്ചിയുടെ കൂടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എതുക്ക് അഴുകുற? அவங்க இப்போ உங்க கூட பேச மாட்டீங்களா? அதான் உன் அக்கா வெளியூரில் போயிட்டாங்களா? ഇല്ല സ്വാമി, എന്റെ ചേച്ചി ഇപ്പോ ഈ ലോകത്തില്ല. എന്നെ അനാഥയാക്കി ഇനി ഒരിക്കലും തിരികെ വരാത്ത ലോകത്തേക്ക് എന്റെ ചേച്ചി യാത്രയായി. മോളുടെ ചേച്ചി മരിച്ചുപോയെന്നാണോ മോള് പറയുന്നത്? வருத்தப்படாதம்மா. இந்த உலகத்திலே வாழும் சாவும் எல்லாமே முடிவு பண்றது கடவுள் தான். அவன் செய்திகள் யாராலையும் தடுக்க முடியாது. പിന്നെ മോൾ ഇപ്പോൾ ചെയ്തത് തെറ്റാണ്. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും അർച്ചന നടത്തരുത്. അവർക്ക് നമ്മൾ ചെയ്യേണ്ടത് തീതി കൊടുക്കുകയാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ശേഷക്രിയ. അറിയാം സ്വാമി, പക്ഷേ എന്റെ ചേച്ചിയുടേത് ഒരു സാധാരണ മരണമായിരുന്നില്ല. അതൊരു കൊലപാതകമായിരുന്നു. കടവുളെ, കൊലയാ? യാരമ്മാ അത് സെഞ്ചത്? എതുക്കാകെ? അങ്ങനെ ഒരു പാവം കുട്ടിയെ എന്തിനാണമ്മ കൊല ചെയ്തത്? പാവമായിരുന്നത് കൊണ്ടാ സ്വാമി അയാൾ എന്റെ ചേച്ചി കൊന്നത്. സ്വത്തിനും സമ്പത്തിനും മാത്രം വില കൽപ്പിച്ച ദുഷ്ടനായ ഒരാൾ പ്രണയം നടിച്ച് എന്റെ ചേച്ചിയെ വിവാഹം കഴിച്ചു. ചേച്ചിയുടെ പേരിലുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം തന്റെ സ്വത്തുക്കളോട് ചേർത്ത് വെക്കാനായി അവരെന്റെ ചേച്ചിയെ കൊന്നു, എന്നെ നാട് കടത്തി. എന്റെ ചേച്ചിയുടെ മരണത്തിന് കാരണക്കാരായവരുടെ പതനം കണ്ടതിന് ശേഷമേ ഞാൻ എന്റെ ചേച്ചിക്ക് ശേഷക്രിയ ചെയ്യൂ. അതുവരെ എന്റെ ചേച്ചിയുടെ ആത്മാവിന് ശക്തിയേകാനായി ഞാൻ പൂജകളും വഴിപാടുകളും ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ ചേച്ചി എനിക്കല്ല. പറയൂ സ്വാമി, ഞാൻ ചേച്ചിക്ക് വേണ്ടി അർച്ചന ചെയ്തത് തെറ്റാണോ സ്വാമി? എന്റെ ചേച്ചി എന്റെ മനസ്സിൽ ഇന്നും ജീവനോടെ ഉണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. മോളുടെ വിഷമം എനിക്ക് മനസ്സിലായി. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ മോളോടൊപ്പം ഉഗ്രസ്വരൂപിണിയായ മുത്തുമാരിയമ്മൻ അരുളിരിക്കും. നിന്റെ മനസ്സിലുള്ളതെല്ലാം അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്ക്. ഫലം കാണാതിരിക്കില്ല. നിന്റെ ചേച്ചിയെ ചതിച്ച് നിന്നെ അനാഥയാക്കിയ ദുഷ്ടന്മാർക്ക് കണ്ടിപ്പാ അമ്മ ബദൽ കൊടുക്കും. ശരശ്മി, തന്റെ വർക്കൊക്കെ കഴിഞ്ഞോ? ഏകദേശം പൂർത്തിയാവാറായി സർ. ഉടനെ കഴിയുന്ന പ്രതീക്ഷിക്കുന്നത്. തനിക്കെന്താ ഒരു മാറ്റം? എന്ത് മാറ്റം സർ? അല്ല, കുറച്ചു മുമ്പ് ഞാൻ തന്നെ കണ്ടപ്പോ താനെന്തോ ടെൻഷനിലായിരുന്നു. ഇപ്പതേ താൻ വളരെ സന്തോഷത്തിലായിരിക്കുന്നു. അതോ എനിക്കിനി അങ്ങനെ തോന്നുന്നതാണോ? തോന്നലല്ല സർ, ശരിയാ. ഇപ്പൊ ഞാൻ വളരെ സന്തോഷത്തിലാ.
മനസ്സ് നിറഞ്ഞുള്ള സന്തോഷം. ഹോ, എന്റെ അമ്മേ, ഇതൊന്ന് കേൾക്കാൻ ഞാൻ എത്ര ദിവസങ്ങളായിട്ട് കാത്തിരിക്കുക. ഈ മനസ്സ് നിറഞ്ഞുള്ള തന്റെ സന്തോഷം കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഞാനും. സാറിന്റെ ഇഷ്ടം ഒരു പരിധിവരെ പരിഗണിച്ചുകൊണ്ടാ ഞാനും വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാത്ത. അത് നന്നായി ശ്രീലക്ഷ്മി. മറക്കേണ്ടത് മറന്നു തുടങ്ങിയാൽ തന്നെ പകുതി നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനിയൊരിക്കലും ഈ മുഖത്ത് സന്തോഷത്തിന് മങ്ങലേൽക്കരുത്. അത് താൻ തന്നെ വിചാരിച്ചാലേ നടക്കൂ. താൻ ഒരു കാര്യം ചെയ്യ്, വീട് വരെ ഒന്ന് പോയിട്ടോ. ഞാൻ ഡ്രൈവറിനോട് പറയാം. സാർ, വീട്ടിലേക്ക് പോവാം. പക്ഷേ പോകുന്നതിന് മുൻപ് എനിക്ക് സാറിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇരുന്ന് സംസാരിക്കാം. തായിരിക്കും. പറയൂ ശ്രീലക്ഷ്മി, എന്താ തനിക്ക് പറയാനുള്ളത്? എന്തായാലും കേൾക്കാൻ ഞാൻ റെഡിയാ. അത് സർ, ഈ ഇടയായിട്ട് നടന്ന കുറെ ഇൻസിഡൻസ് കാരണം നമ്മളുടെ രണ്ടാളുടെയും മൈൻഡ് അപ്സെറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അതെ, ശ്രീലക്ഷ്മി ഓക്കെ ആയതുകൊണ്ട് ഞാൻ ഡബിൾ ഓക്കെയാണ്. എങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും ഒരു യാത്ര പോയാലോ സർ? പലവട്ടം മുടങ്ങിപ്പോയ നമ്മൾ ഒരുമിച്ചുള്ളൊരു യാത്ര. സാറിന് സമ്മതമാണെങ്കിൽ മാത്രം മതി. എന്റെ സന്തോഷം കളയണ്ടെന്ന് കരുതി സാർ സമ്മതിക്കരുത്. ഞാൻ എന്തിനാടോ സമ്മതിക്കാതിരിക്കുന്നത്? ഇറ്റ്സ് എ ഗുഡ് തോട്ട്. ഞാനിത് തന്നോട് അങ്ങോട്ട് പറയണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതേടോ സത്യം. ഈ പുതിയ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാവും. ഞാൻ ആദ്യം തന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞത് ഒരു യാത്രാമധ്യയിലായിരുന്നു. ശ്രീലക്ഷ്മി, I love you, I love you, I love you, I love you, I love you so much. താൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഒരു യാത്രക്കിടയിലായിരുന്നു. Will you please marry me? Yes sir, I will. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.